അതെ, ഇത്തരം തർക്കങ്ങൾ നമുക്ക് ആവശ്യമില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ടെൻഷനില്ല നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. മാഡം, സാറിന് പേടിയാ? ഈ പണ്ടത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, കുറച്ചധികം ചിരിച്ചു കഴിഞ്ഞാല് അന്ന് തന്നെ കരയേണ്ടി വരുമെന്ന്. സാറിനിപ്പോ അതിനൊക്കെ വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. എടോ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ ചെറുതാണെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അവിടെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ സൂക്ഷിച്ചാൽ എന്താ കുഴപ്പം? അത് നവീൻ പറഞ്ഞ കറക്റ്റാ. ഗാഥമോളെ, അമ്മ മോക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. നവീൻ, എനിക്ക് മോളെ മുറി വരെ ഒന്ന് കൊണ്ടുപോകാലോ അല്ലേ? കളിയാക്കല്ലേ മാഡം. വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്നതിനേക്കാളും എത്രയോ ഇരട്ടി മാഡത്തിൻ്റെ മോള് മാഡത്തിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട്. ശരി, സമ്മതിച്ചു. മോളി വാ. എന്റെ ദൈവമേ, ഇതെങ്കിലും നല്ല രീതിയിൽ ഒന്ന് നടന്ന് കണ്ടാ മതിയായിരുന്നു. അവളെവിടെ മമ്മി? നീ മനസ്സറിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലോ. ഒരുങ്ങുന്നത് ഞാനല്ലല്ലോ, ഗാഥാ ശ്രീനിവാസല്ലേ. അപ്പോ കുറയ്ക്കാൻ പറ്റുമോ? നോക്ക്, ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് കൃഷിക്ക് ഇവിടുന്ന് പോകേണ്ടതാ. തൽക്കാലം മോള് ഈ റൂമിൽ ഒളിച്ചിരുന്നാ മതി. കുറച്ച് കഴിഞ്ഞ് എല്ലാം സേഫ് ആണെന്ന് തോന്നുമ്പോഴത്തേക്കും ഞാൻ വരാം. എന്നിട്ട് ഞാൻ പുറത്തെ കൊണ്ടുവരാം. നോ മമ്മി, ഇവളെ ഇതിനകത്ത് തങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ നീ ഉദ്ദേശിക്കുന്നേ? ഒളിച്ചായാലും പതുങ്ങിയായാലും എന്റെ മുറിയിൽ അവൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കും അവക്കും സ്റ്റാൻഡേർഡ് ഒന്നാണെന്നല്ലേ അർത്ഥം. അതെനിക്ക് ബുദ്ധിമുട്ടാ. ഇത്തരം വർഗങ്ങളോടെ എനിക്ക് അയത്താം. എന്തൊക്കെയാ മോളെ നീ വിളിച്ചു പറയുന്നേ? ഞങ്ങളൊക്കെ ഉള്ളിൽ തീയായിട്ടാ നിൽക്കുന്നേ. നിനക്ക് എങ്ങനെ ഇത്ര കൂളാവാനായിട്ട് പറ്റുന്നേ? മമ്മി, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ ദൈവം എന്റെ കയ്യിൽ വെച്ചു തരും. അതന്നെയല്ലേ ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത്. ഇന്നു മുതൽ നവീന്റെ ജീവിതത്തിൽ ഇവളില്ല. പകരം എന്നേക്കുമായിട്ട് ഞാൻ മാത്രം. കുറച്ചു കാലം കളരിക്കലുള്ളവർക്ക് കഞ്ഞി വെച്ചു കൊടുത്തതിനും നവീനെ ചെറുതായിട്ടെങ്കിലും ആശ്വസിപ്പിച്ച ഇവൾക്ക് മമ്മി ഒരുപാട് വാരിക്കോരി കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും വേണമെങ്കിൽ 1-2 ലക്ഷം രൂപ ചോദിച്ചോട്ടെ, ഞാൻ കൊടുക്കാം. പണമായിരുന്നു എന്റെ ആവശ്യമെങ്കിലേ അമ്മയും മോളെയും ആവശ്യത്തിന് ഭീഷണിപ്പെടുത്തിയാ എനിക്കത് കിട്ടുമായിരുന്നല്ലോ. തന്നതേ തിരിച്ചു കൊടുത്തേ എനിക്ക് ശീലമുള്ളൂ. അതുകൊണ്ടേ നേരെ ചൊവ്വേ സംസാരിക്കണം. ഇതന്നെയാ കുഴപ്പം. ഈ സ്വഭാവം വെച്ചിട്ടേ നവീന്റെ കൂടെ നിന്നല്ല, ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരാളുടെ കൂടെ പോലും നിന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. നിന്നെ മോളെ, അയ്യോ, പതുക്കെ. നിന്റെ